ഗായ്സ്, ഈവനിങ് റൊട്ടീനും മോർണിംഗ് റൊട്ടീനും ഒക്കെ കണ്ട് മടുത്തില്ലേ. ഇനി നമുക്കൊരു ആഫ്റ്റർനൂൺ റൊട്ടീൻ ആവാം കേട്ടോ. ഈ നട്ടപ്പുറ വെയിലത്ത് പ്ലാവഞ്ചോട്ടി വെയിൽ കൊണ്ടുണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ഹെൽമെറ്റ് വരാത്തത്? വേറെ ഒന്നും കൊണ്ടല്ല, ചക്ക പിടിച്ച് ആവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി നമുക്ക് പാല് വരാൻ, അതുകൊണ്ട് അവിടെ പോയി വിശ്രമിച്ചതാണ്. അങ്ങനെ അവിടെയുള്ള നോട്ടീസ് ബോർഡിൽ കിടന്ന സാധനമൊക്കെ വായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ്റെ പാത്രം നിറച്ച് പാലുണ്ട്. ആകെ 7 ലിറ്റർ ഉണ്ട്, ഞങ്ങൾ 10-15 പേരുണ്ട്. അങ്ങനെ 1/2 ലിറ്ററിൻ്റെ പേരിൽ എനിക്ക് പാല് തന്നവരെന്നെ പറഞ്ഞു വിട്ടു. അങ്ങനെ നമ്മുടെ അമ്മ നാട്ടിലെത്തിയിട്ടുണ്ട്. അമ്മനെ പിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നപ്പോഴത്തേക്ക് നടക്കുന്നു അമ്മയുടെ ഭയങ്കര സെർച്ച്. എറണാകുളത്തുനിന്ന് തപ്പി തീർന്നില്ലേ തള്ളേന്ന് ചോദിച്ചിട്ട് ഞാൻ അമ്മനെ വലിച്ചേരി വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം കാത്തിരിക്കായിരുന്നു കേട്ടോ അമ്മയുടെ വരവിന്. അമ്മ വരാനല്ല, അമ്മയുടെ കയ്യിൽ സഞ്ചി എത്താനാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നൊസ്റ്റയാണ് ഗൈസ്, നൊസ്റ്റ. കാരണം ചങ്കുട്ടി കുഞ്ഞായിരുന്ന സമയത്ത് അമ്മ ഇതുപോലെ പോത്തീസിന്ന് വരുമ്പോൾ ഒരുപാട് ഐറ്റംസ് കൊണ്ടുവരും കേട്ടോ. ഇപ്പോൾ കവറിന് മാത്രമേ വ്യത്യാസമുള്ളൂ, സാധനമൊക്കെ പഴയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പാറിന് ഇതൊക്കെ ഫസ്റ്റ് അനുഭവം ആയതുകൊണ്ട് അവളും ക്യൂരിയോസിറ്റിയോടുകൂടെ നോക്കുന്നുണ്ട് ഓരോന്നും. അപ്പോൾ ചങ്കുട്ടിയോട് ഞാൻ ചോദിക്കുന്നുണ്ട്, സന്തോഷമായ ചങ്കുട്ടി ഒന്ന് ചിരിച്ചുകൊണ്ട് പറയണമെന്ന്. അപ്പോൾ അവനൊരു വളിച്ച ചിരിയും. അപ്പോൾ കുഞ്ഞിപ്പാറിനൊന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയുടെ പൊട്ട കേട്ടോ നെറ്റിയിലിരിക്കുന്നത്. ആൾ ഭയങ്കര കേമിയാണ്. ഇപ്പോൾ പൊട്ട കടിച്ച് മാറ്റലാണ് സ്ഥിരം പരിപാടി. അങ്ങനെ അതിനകത്തൊന്ന് കുഞ്ഞിപ്പാറും എടുത്ത് തന്നൊരു കവർ ഞാൻ വലിച്ച് കടിച്ച് പൊട്ടിച്ചു. അപ്പം ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ധൃതിയിലെടുത്ത് വായിലിട്ടത്. സാധനം കടിച്ച് നോക്കി, പഴയ സാധനം തന്നെ, പണ്ടിനകത്ത് ക്രീം. പക്ഷേ ഈ ക്രീമിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിപ്പാറിന് നക്കാൻ കൊടുത്തു, പക്ഷേ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു തന്നു. അങ്ങനെ ഞാനത് കഴിച്ച് സംതൃപ്തി അടഞ്ഞു. പിന്നെ ചോറൊന്നും കഴിച്ചില്ല, എന്താണാവോ ഇത് തിന്നിട്ട് ഒട്ടും വിശപ്പ് വന്നില്ല. അങ്ങനെ ക്രീമെല്ലാം നക്കി പഠിച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു ഗൈസ്. ഇനി അമ്മയുടെ വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ഉമ്മ.